നമ്മൾ പ്രണയത്തിലാവുമ്പോൾ പലപ്പോഴും അതിൻ്റെ ആദ്യഘട്ടത്തിൽ അഥവാ പാഷനേറ്റ് ലവ് എന്ന് പറയുന്ന വികാരം അതിതീവ്രമായിട്ടുള്ള ഘട്ടത്തിൽ പല തീരുമാനങ്ങളും പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ കുറച്ച് മാസങ്ങൾ ഏതാനും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ എന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അതിന് കാരണം നമ്മളുടെ ആ സമയത്തുള്ള തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ വളരെ യുക്തിഭദ്രമായ രൂപത്തിലുള്ള തീരുമാനങ്ങളല്ല എന്നുള്ളതാണ്. നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ചിന്ത, നമ്മളുടെ യുക്തിപരമായ തീരുമാനങ്ങൾ ഇതൊക്കെ നടത്താൻ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളും പ്രണയത്തിലാവുന്ന സമയത്ത് വളരെ ദുർബലമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പല അധാർമികതകളും പല അബദ്ധങ്ങളും അറിയാതെ ചെയ്തു പോകുന്ന ഒരു രൂപം ഉണ്ട് എന്നുള്ളത് ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിലൊരു മതവ്യാഖ്യാനമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമോ ഒന്നുമല്ല. നേരെ മറിച്ച് ഡോക്ടർ ഗുളോഗ്ലു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ്, പ്രേമത്തെ പറ്റിയുള്ള പഠനമാണ് ദ സയൻസ് ഓഫ് ലവ് ആൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്ന പഠനം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ഒരു പഠനം നമ്മൾക്ക് ഒന്ന് കാണാം. ദിസ് പ്രോബബ്ലി ഹാപ്പൻസ് ടു ഓൾ ഓഫ് അസ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കാറുള്ള ചില കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, വെൻ വി ആർ അട്രാക്റ്റഡ് ഓർ ഫോൾ ഇൻ ലവ് വിത്ത് സമ്മൺ. നമ്മൾ ഒരാളുമായിട്ട് വളരെ ആകർഷണം തോന്നുകയോ അല്ലെങ്കിൽ അയാളുമായിട്ട് പ്രേമത്തിലാവുകയോ ചെയ്യുന്ന സമയത്ത് വി ഡു തിങ്സ് റാദർ റിഡിക്കുലസ് ആൻഡ് അൺറീസണബിൾ ദാറ്റ് വി വുഡ് നോട്ട് നോർമലി ഡു. നമ്മൾ സാധാരണഗതിയിൽ ഒരിക്കലും ചെയ്യാത്ത, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില അബദ്ധങ്ങൾ, ചില വിഡ്ഢിത്തരങ്ങൾ ഒക്കെ യുക്തിപരമായി ഒരിക്കലും കാരണം പറയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്തെന്ന് വരും. മേ ബി ഹവേഴ്സ്, ഡേയ്സ്, വീക്സ് ഓർ മന്ത്സ് ലേറ്റർ. ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം, ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ ആഴ്ചകൾക്ക് ശേഷം, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേം വെൻ ഇറ്റ് കംസ് ടു അവർ മൈൻഡ്, ആ കാര്യങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ വി വണ്ടർ, നമ്മൾ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകും. വൈ ഡിഡ് ഐ ഡു സച്ച് എ തിങ്? എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്? ആൻഡ് ഗെറ്റ് അപ്സെറ്റ് വിത്ത് അവർ സെൽഫ്. എന്നിട്ട് ഞാൻ അത് ചെയ്തല്ലോ എന്നുള്ള ഖേദം നമ്മളുടെ മനസ്സിലേക്ക് വരും. ഇത് ഒരു സാധാരണഗതിയിൽ പ്രേമിച്ചുകൊണ്ട് അതിൻ്റെ ലഹരിയിൽ അടിമപ്പെട്ട വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഒരു സാധാരണ പ്രവർത്തനമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ വിഡ്ഢിത്തങ്ങൾ ചെയ്യുകയും അബദ്ധങ്ങൾ ചെയ്യുകയും ഒരിക്കലും യുക്തിപരമായി നല്ല ഒരു അവസ്ഥയിൽ, നമ്മളുടെ സാധാരണ അവസ്ഥയിൽ, ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, സാഹസികതകളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണ്? വെൻ വി ഫോൾ ഇൻ ലവ്, അനദർ ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ റീജിയൻ whose activation changes in our orbitofrontal cortex. നമ്മൾ പ്രണയത്തിലകപ്പെടുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ, മസ്തിഷ്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ മാറുന്ന ഒരു ഭാഗമാണ് ഓർബിറ്റോഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ കണ്ടെയ്ൻസ് മെനി ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് അസ് ഹ്യൂമൻ ആൻഡ് സെപ്പറേറ്റ് അസ് ഫ്രം അനിമൽസ്. നമ്മൾ മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട, മാനുഷികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓർബിറ്റോഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം. It is responsible for many things, from our logic to our attention and memory to empathy, from moral to comparing alternative scenarios. നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന, യുക്തിപരമായ നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ ചിന്തകളും ഒക്കെ പ്രവർത്തിക്കുന്നു. നമ്മളുടെ ഓർമ്മകളും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും അതിനെ സഹായിക്കുന്ന, അതുപോലെ തന്നെ നമ്മളുടെ ധാർമ്മികമായ തീരുമാനങ്ങളെ പറ്റി നമുക്ക് ബോധം നൽകുന്ന, ഇതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും എന്നുള്ള ആൾട്ടർനേറ്റീവായിട്ടുള്ള സിനേറിയോസിനെ പറ്റിയുള്ള ചിന്തകൾ നൽകുന്ന ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, വെൻ വി ഫോൾ ഇൻ ലവ്, ദി ആക്ടിവിറ്റി ഓഫ് ദിസ് റീജിയൻ ഓൾസോ ഡിക്രീസസ്. നമ്മളുടെ തലച്ചോറിൻ്റെ ഈ ഭാഗം വളരെ ദുർബലമായി മാറും. അതോടുകൂടി നമുക്ക് ക്രിറ്റിക്കലായി ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും ഇതിലെ യുക്തിയും അയുക്തിയും എന്താണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് ഭൗതികമായും ധാർമ്മികമായും നമ്മൾക്ക് യോജിച്ചതാണോ എന്ന ചിന്ത പോലും ദുർബലമാകും എന്നാണ് ന്യൂറോ സയൻസിലൂടെ നമ്മളുടെ മസ്തിഷ്കത്തെ, പ്രേമിക്കുന്ന ആളുകളുടെ മസ്തിഷ്കത്തെ പഠിച്ചപ്പോൾ സയൻറ്റിസ്റ്റുകൾ കണ്ടത്. Therefore, when it comes to issues related to our partner, we cannot think as logically as we normally would.
നമ്മൾ മറ്റു വിഷയങ്ങളിൽ ബുദ്ധിപരമായി യുക്തിപരമായി ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്ത നമുക്ക് നമ്മൾ പ്രേമിക്കുന്ന വ്യക്തികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് വരും. ദിസ് ഈസ് ബിക്കോസ് ദ ആക്ടിവിറ്റി ഓഫ് അവർ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് ഈസ് റെഡ്യൂസ്ഡ് വെൻ അവർ പാർട്ട്ണർ ഈസ് കൺസേൺ. കാരണം നമ്മളുടെ പ്രേമിക്കുന്ന ആളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് അതോടുകൂടി അതിൻ്റെ പ്രവർത്തനം കുറയാണ്. ഡീആക്ടിവേഷൻ ഓഫ് ബോത്ത് ദിസ് റീജിയൻ ആൻഡ് അവർ അമിഗ്ഡല, നമ്മുടെ അമിഗ്ഡല എന്ന് പറയുന്ന ഏരിയയും തലച്ചോറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഓർബിറ്റൽ ഫ്രണ്ടൽ കോർട്ടക്സും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നൈവ് ടുവേർഡ്സ് ദ പേഴ്സൺ വി ലവ് ആൻഡ് ദെയർ ആക്ഷൻസ്. നമ്മൾ പ്രേമിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളും അയാളെ പറ്റിയുള്ള ചിന്തകളുടെയും ഭാഗത്തെത്തുമ്പോൾ നമ്മൾ നൈവായി മാറും. നമ്മൾ കൃത്യമായി ബോധമില്ലാത്ത അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായി മാത്രം ചിന്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മളുടെ ചിന്ത മാറും. എന്നതിന് പുറമെ നമ്മൾ പറഞ്ഞ പോലെ ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗം അത് നമ്മളുടെ മസ്തിഷ്കത്തിൽ ഒരു ബദാമിൻ്റെ രൂപത്തിലുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രെയിൻ റീജിയൻ റെസ്പോൺസിബിൾ ഫോർ ഇമോഷണൽ ലേണിംഗ് ആൻഡ് ഫിയർ. നമ്മളുടെ വൈകാരികമായ പഠനം, മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ദുഃഖം, നമ്മളുടെ പ്രയാസങ്ങൾ, എന്തുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ പേടിയുടെ ഏരിയ, നമ്മൾക്ക് ഒരു അപകടം വരാനുണ്ട് എന്ന് നമ്മൾ വാൺ ചെയ്യുന്ന ഏരിയ. ഇന്ന രൂപത്തിൽ ചെയ്താൽ നമുക്ക് അപകടം വരും, നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന അമിഗ്ഡല എന്ന് പറയുന്ന ഏരിയ ഇത് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഡീആക്ടിവേഷൻ ഓഫ് അവർ അമിഗ്ഡല മെയിൻലി കോസസ് ബൈ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണുകളുടെ അധികമായിട്ടുള്ള ഉൽപ്പാദനം ഇതിനെ വളരെ ദുർബലമാക്കുകയും പ്രിവെൻറ്റ് അസ് ഫ്രം സീയിങ് ദ ഡാമേജ് കോസ്ഡ് ബൈ അവർ പാർട്ട്നേഴ്സ് ബിഹേവിയർ ഓർ റിസ്ക്സ് ഓഫ് പൊട്ടൻഷ്യൽ ഹാം ദാറ്റ് മേ ബി ബോൺ ഔട്ട് ഓഫ് സം ഓഫ് അവർ ആക്ഷൻസ് ദാറ്റ് വി ഡു ബൈ ട്രസ്റ്റിംഗ് ദം അലോട്ട്. നമ്മൾ പ്രേമിക്കുന്ന വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങൾ, അതിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാവുന്ന ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിനെ പറ്റിയുള്ള ബോധം നമുക്കില്ലാതാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രേമിക്കുന്ന ആളുകൾ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും ദോഷകരമായ തീരുമാനങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ പോയെന്ന് വരും. കാരണം പേടി എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗം, നമുക്ക് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്ന, നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഭാഗം തന്നെ ദുർബലമാവാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദിസ് മിസ്ഫങ്ഷൻ ഓഫ് അവർ അമിഗ്ഡല ടുവേർഡ്സ് അവർ പാർട്ട്ണർ ഈസ് റീസൺ ദാറ്റ് മേക്സ് ലവ് ബ്ലൈൻഡ്. അതുകൊണ്ടാണ് പ്രേമിക്കുന്നത് അന്ധതയാണ്, പ്രേമിക്കുമ്പോൾ നമ്മൾ അന്ധരായി മാറുന്നു എന്നൊക്കെ എല്ലാവരും സാധാരണഗതിയിൽ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കത്തെ പറ്റിയുള്ള പഠനങ്ങൾ തെളിയിച്ച ഒരു കാര്യമാണ്. An interesting experiment US scientists did in 2014 show us how love blinds our eyes. നമ്മളുടെ കണ്ണുകളെ, നമ്മളുടെ ബുദ്ധിയെല്ലാം എങ്ങനെയാണ് അമിഗ്ഡലയുടെ ഈ ഡീആക്ടിവേഷനിലൂടെ നമ്മളെ പ്രേമം അന്ധതയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് 2014 US-ൽ, അമേരിക്കയിൽ നടന്ന സയൻറ്റിസ്റ്റുകളുടെ ഒരു പഠനം നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരുപാട് ഇണകളെ കൊണ്ടുവന്നിട്ട് ആ ഇണകളിൽ ചിലർ സ്വന്തം ഇണയെ വഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഞ്ചിക്കുകയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുന്ന 2 ഇണകളെ വീതം ഒരുപാട് ഇണകളെ അവർ ഈ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ആരൊക്കെയാണ് വഞ്ചിക്കുന്നത്, ആരൊക്കെയാണ് വഞ്ചിക്കാത്തതെന്ന് സെപ്പറേറ്റ് ആയി ഓരോരുത്തരോടും ചോദിച്ചറിഞ്ഞു. ആ വിവരങ്ങളൊക്കെ അവർ രേഖപ്പെടുത്തി. എന്നിട്ട് ഈ 2 കൂട്ടരോടും സംസാരിച്ചിരിക്കാനും ഒക്കെ പറയാണ്. ഈ സംസാരിച്ചിരിക്കുന്ന കപ്പിൾസിൻ്റെ ഈ കമിതാക്കളുടെ വീഡിയോ എടുത്തുകൊണ്ട് മൂന്നാമതൊരു പാർട്ടിക്ക് ഇവർ കാണിച്ചു കൊടുക്കുകയാണ്. ഈ മൂന്നാമത്തെ പാർട്ടി ഇവരുടെ ബിഹേവിയറിലൂടെ, ഇവരുടെ സംസാരത്തിലൂടെ, ഇവരുടെ ഇൻ്ററാക്ഷൻ കണ്ടുകൊണ്ട് മാത്രം സയൻറ്റിസ്റ്റുകൾ രേഖപ്പെടുത്തിയ ആരൊക്കെയാണ് ചീറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചീറ്റ് ചെയ്യാത്തത് എന്നുള്ള രേഖ കാണാതെ തന്നെ ഇവരുടെ ഇൻ്ററാക്ഷനിലൂടെ ആരൊക്കെയാണ് വഞ്ചിക്കുന്നത്, ആരൊക്കെയാണ് വഞ്ചിക്കാത്തത് എന്ന് തീരുമാനിക്കണം എന്ന് സയൻറ്റിസ്റ്റുകൾ പറയാണ്. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ. They were not aware that they were being cheating on. However, complete strangers could guess correctly if there was cheating in a relationship. മൂന്നാമത് കാണുന്ന മൂന്നാമത്തെ പാർട്ടിക്ക് ആരൊക്കെയാണ് വഞ്ചിക്കുന്നത് എന്ന് ആ വീഡിയോ കണ്ടിട്ട് തന്നെ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനങ്ങൾ പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇണയിൽ കാണാത്ത തെറ്റുകളും കുറ്റങ്ങളും അവരുടെ വഞ്ചനയും അവരുടെ സ്വഭാവത്തിലെ ദൂഷ്യങ്ങളുമൊക്കെ
മൂന്നാമതൊരു പാർട്ടിക്ക് കൃത്യമായി കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രേമത്തിൽ അകപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് മറ്റവസ്ഥയിൽ വ്യക്തമായി മനസ്സിലാവുന്ന നമ്മളുടെ പ്രണയിയുടെ ദോഷ സ്വഭാവങ്ങൾ, അവരുടെ വഞ്ചന, അവരുടെ ദുസ്വഭാവങ്ങൾ, ഇതൊക്കെ നമുക്ക് വ്യക്തമാവാതെയാവും, നമുക്ക് പേടിയില്ലാതെയാവും, നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് ദുർബലാവും. പക്ഷേ മൂന്നാമത്തെ ഒരു പാർട്ടിക്ക് അത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഡോക്ടർ ഗുലോഗ്ലു അദ്ദേഹം പറയാണ്, ദെർഫോർ ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഫുൾ ടു ലിസൺ ടു ദ വാർണിംഗ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് us. അതുകൊണ്ട് തന്നെ പ്രേമത്തിൽ അകപ്പെടുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്താ സംഭവിക്കുക, ഈ പ്രേമത്തിൽ അകപ്പെട്ട ആളുകളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദോഷമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, ഈ വ്യക്തി നിനക്ക് യോജിച്ചല്ല, ഈ വ്യക്തി നിനക്ക് ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറുപടി, നോ ഡിയർ, ഷീ വുഡിൻ ഡു സച്ച് എ തിങ്. ഇല്ല, എൻ്റെ ആണ് അങ്ങനെ എന്നോട് ചെയ്യില്ല. യു തിങ്ക് റോങ്, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്, അങ്ങനെയല്ല അവൾ എനിക്കറിയാം അവളെ എന്നുള്ള രൂപത്തിലാണ് ഈ ഇണകൾ പ്രതികരിക്കുന്നത് എന്ന് 2014 പഠനങ്ങളിലൂടെ തെളിയുകയാണ്. അപ്പോൾ നമ്മൾ അന്ധരായി പോകുന്ന ഒരു പ്രണയബന്ധം, ആ പ്രണയബന്ധത്തിലൂടെ നമ്മളുടെ ഇണകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? നമ്മളുടെ ഈ അന്ധമായ അവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അയാളുമായി നമ്മൾ കുടുംബമുണ്ടാക്കുകയും അയാളോടൊപ്പം നമ്മൾ ജീവിക്കുകയും ചെയ്താൽ എത്രത്തോളം ഹാനികരമായ രൂപത്തിലേക്ക് നമ്മളുടെ ജീവിതം, എത്രത്തോളം ദുസ്സഹമായ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം പരിണമിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ദർ ഈസ് എ സെയിങ് ദാറ്റ് ഐ ലൈക്ക് വെരി മച്ച് അബൌട്ട് ലവ്. ഗുലോഗ്ലു പറയാണ്, സാധാരണഗതിയിൽ പ്രേമത്തെപ്പറ്റി ഇങ്ങനെ പറയാറുണ്ട്, ലവ് ഈസ് ഗിവിങ് സം വൺ ദ പവർ ടു ഡിസ്ട്രോയ് യു ആൻഡ് ട്രസ്റ്റിംഗ് ദം നോട്ട് ടു. പ്രേമം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ നശിപ്പിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കഴിവ്, സാധ്യത ഒരാൾക്ക് കൊടുക്കുകയും എന്നിട്ട് അവരെ നമ്മൾ നശിപ്പിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനാണ് പ്രേമം എന്ന് പറയുക. ലവ് ഈസ് അൺഡൗട്ട്ഫുള്ളി സച്ച് എ ഫീലിംഗ്. പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വികാരം തന്നെയാണ്. അപ്പം നമ്മൾ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയുന്ന അത്രത്തോളം വിശ്വാസ്യത നമ്മൾ അയാൾക്ക് വകവെച്ച് കൊടുക്കുന്നതിനാണ് പ്രേമം എന്ന് പറയുക. അപ്പോൾ ആ ഒരു വിശ്വാസ്യത നമ്മൾ വകവെച്ച് കൊടുക്കുന്ന വ്യക്തി നല്ലവരാണോ ചീത്തവരാണോ എന്ന് നമ്മളെങ്ങനെ തീരുമാനിക്കും? നമ്മൾ ഈ അന്ധതയിലാണ്, നമ്മൾ ഈ ലഹരിയിലാണ്. ഈ ലഹരിയിലായ നമ്മളുടെ തീരുമാനങ്ങൾക്ക് ഈ വ്യക്തി എനിക്ക് ഗുണമാണോ ദോഷമാണോ ഇയാൾ എൻ്റെ ജീവിതത്തിന് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഈ സമയത്ത് നമ്മളെങ്ങനെ തീരുമാനിക്കും? നമുക്കൊരിക്കലും ഒരു മൂന്നാം പാർട്ടിയുടെ, ഒരു മൂന്നാം കക്ഷിയുടെ തീരുമാനത്തിലൂടെ അല്ലാതെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല, നമ്മളുടെ ജീവിതത്തിൽ ഗുണം നൽകുന്ന, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഗുണം പ്രതീക്ഷിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തീരുമാനത്തിലൂടെ എടുക്കപ്പെടുന്ന പ്രണയബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും നമ്മളുടെ ജീവിതത്തിന് ഇണങ്ങിയ ഒരു ഇണയെയും നൽകുക എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രണയത്തിലൂടെ സംഭവിക്കുന്ന അതിൻ്റെ അനന്തരമായ കാര്യങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന അനന്തരഫലങ്ങൾ, അതൊക്കെ വളരെ ദൂരവ്യാപകമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ രക്ഷിതാവ്, നമ്മളുടെ രക്ഷാധികാരി, അയാളുടെ അഭിപ്രായം എത്ര വിലപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇത്തരം പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ഇതിനേക്കാൾ വിചിത്രമായ മറ്റു പല കാര്യങ്ങളും പ്രേമത്തിൻ്റെ സമയത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതകരമായ ചില വിവരങ്ങളും നമ്മൾ അതിലൂടെ മനസ്സിലാക്കുകയാണ്. എന്താണ് പ്രണയം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ഗവേഷണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്.